നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മൂന്നാർ ലക്ഷം കോളനിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചത് കോളനി സ്വദേശി കുമാറിന്റെ ഭാര്യ മാല കുമാർ. സമീപവാസികളായ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ തൊടുപുഴ നഗരസഭ എഇയെ വിജിലൻസ് പിടികൂടി. കൈക്കൂലിയുമായി വിജിലൻസിന്റെ പിടിയിലായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജയ്. എഇ കൈക്കൂലി വാങ്ങിയത് തൊടുപുഴ കുമ്മംകല്ലിലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട. മൂന്നാറിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം വേണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാമെന്നും സർക്കാർ. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും കോടതിയെ അറിയിച്ചു. പച്ചക്കറി വില കുതിച്ചുയരുമ്പോഴും ഇടുക്കിയുടെ പച്ചക്കറി ഗ്രാമമായ വട്ടവടയിലെ കർഷകർക്ക് ദുരിതം മാത്രം. വട്ടവടയിലെ പച്ചക്കറി ഹോർട്ടികോർപ്പ് സംഭരിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്കായി. കഴിഞ്ഞ ഓണക്കാലത്ത് സംഭരിച്ച പച്ചക്കറിയുടെ വില പോലും പൂർണ്ണമായി നൽകാതെ ഹോർട്ടികോർപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാർ ലക്ഷം കോളനിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചു. കോളനി സ്വദേശി കുമാറിന്റെ ഭാര്യ മാല കുമാറാണ് മരിച്ചത്. സമീപവാസികളായ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. കഴിഞ്ഞ മണിക്കൂറുകളിൽ മൂന്നാറിൽ ശക്തമായ മഴയാണ് പെയ്തത്. മൂന്നാർ ലക്ഷം കോളനിയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. പ്രദേശവാസിയായ കുമാറിന്റെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു. കുമാറിന്റെ ഭാര്യ മാല ഇതിനിടയിൽ അകപ്പെട്ടു. ഏറെ പണിപ്പെട്ടാണ് ഇവരെ പുറത്തെടുത്തത്. മാലയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ മണിക്കൂറുകളിൽ മൂന്നാറിൽ ശക്തമായ മഴയാണ് പെയ്തത്. കോളനിയിൽ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ സമീപവാസികളായ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ തൊടുപുഴ നഗരസഭ എഇയെ വിജിലൻസ് പിടികൂടി. അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജയാണ് കൈക്കൂലിയുമായി വിജിലൻസിന്റെ പിടിയിലായത്. തൊടുപുഴ കുമ്മംകല്ലിലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് എഇ കൈക്കൂലി വാങ്ങിയത്. തൊടുപുഴ കുമ്മംകല്ലിലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് എഇ കൈക്കൂലി വാങ്ങിയത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ നിരന്തരം കൈക്കൂലി ചോദിക്കുന്നതായി സ്കൂൾ അധികൃതർ വിജിലൻസിന് വിവരം കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇടനിലക്കാർ മുഖേന പണം വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം അസിസ്റ്റന്റ് എഞ്ചിനീയറെ പിടികൂടുകയായിരുന്നു. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഇടനിലക്കാരൻ മുഖേന പണം കൊടുത്തയച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെയർമാനെ പ്രേരണാക്കുറ്റം ചുമത്തി 2ാം പ്രതിയാക്കി FIR രേഖപ്പെടുത്തി. ചെയർമാനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ലഭ്യമായില്ലെന്ന് വിജിലൻസ് DYSP ഷാജു ജോസ് പറഞ്ഞു. ഈ തൊടുപുഴ കുമ്മംകല്ലിലുള്ള ഒരു DTM LP സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ എല്ലാ സ്കൂളിനും വർഷത്തിലെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഇവിടെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ നമ്മൾ പർച്ച് ചെയ്ത അജി എന്ന് പറയുന്ന ആൾ അത് പോയി പരിശോധിക്കുകയും എന്നാൽ ഇതുവരെ അയാൾ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ട് ഇയാളോട് കയറി ഇറങ്ങി, അഡ്മിനിസ്ട്രേറ്റർ കയറി ഇറങ്ങി അവസാനം സർട്ടിഫിക്കറ്റ് കിട്ടാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞ അദ്ദേഹത്തിന് എഞ്ചിനീയർക്ക് പൈസ കൊടുത്താലേ കാര്യം നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തെ വന്ന് കാണുകയും അദ്ദേഹം 1 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അത്രയും വലിയൊരു തുകയായതുകൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഇസ്മായിൽ അയാൾ ഇതിന്റെ ഉടമസ്ഥൻ അജിന് പോയിരിക്കുകയാണ്. അദ്ദേഹത്തെ വിവരം അറിയിക്കുകയും അദ്ദേഹം ഈ അജിയെ ഫോണിലൂടെ ബന്ധപ്പെടുകയും അപ്പോൾ അദ്ദേഹം ഈ 1 ലക്ഷം രൂപ തന്നെ ആവശ്യപ്പെടുകയും അത് ഒട്ടും കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വന്ന് മൊഴി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് കേസെടുത്തു. അതിൽ 1ാം പ്രതി അജി CT ആണ് എഞ്ചിനീയർ. 2ാം പ്രതിയായിട്ട് ഞങ്ങൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് എന്നുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അബറ്റ്മെന്റ് ആണ്. അദ്ദേഹത്തെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടില്ല. അദ്ദേഹം കൈക്കൂലി കൊടുക്കാൻ പ്രേരിപ്പിച്ചൊരു കുറ്റമാണ് അദ്ദേഹത്തിനെതിരെ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ക്യാമറക്കുള്ള സ്ഥലമായതുകൊണ്ട് ഈ പൈസ മറ്റൊരാളെ വിളിച്ചിട്ട് അതൊരു കോൺട്രാക്ടറാണ്, അദ്ദേഹത്തെ വിളിച്ച് ഏൽപ്പിക്കുകയും അത് ക്യാമറ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ആ പണം കൈമാറുകയും ചെയ്തു. അപ്പം പണം നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടതും കൊടുത്തതും അത് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ജോലിയിൽ നിന്നും വിരമിക്കാൻ 3 മാസം മാത്രം ശേഷിക്കെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജിലൻസിന്റെ പിടിയിലായത്. വിജിലൻസ് മുട്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് എഇയെ പിടികൂടിയത്. മൂന്നാറിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം വേണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാമെന്നും സർക്കാർ കോടതിയിൽ നിലപാട് വ്യക്തമാക്കി. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും കോടതിയെ അറിയിച്ചു. മൂന്നാറിൽ വ്യാജ പട്ടയങ്ങൾ ഇല്ലെന്നും പട്ടയങ്ങൾ നൽകിയതിൽ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും AG വിശദീകരിച്ചു.
കയ്യേറ്റങ്ങൾക്ക് പിന്നിൽ വ്യാജരേഖയുണ്ടാക്കിയോ എന്നും ഉദ്യോഗസ്ഥർ പണം വാങ്ങിയോ എന്നും പരിശോധിക്കേണ്ടതല്ലേ എന്ന ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു. ഡിജിറ്റൽ സർവേ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. അഡീഷണൽ തഹസിൽദാരായിരുന്ന MI രവീന്ദ്രൻ പട്ടയം നൽകിയത് അർഹർക്കാണെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ നൽകിയ പട്ടയങ്ങൾ വ്യാജമല്ലെന്നും നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പട്ടയം നൽകിയതെന്നും പട്ടയമേളയിലാണ് ഈ പട്ടയങ്ങൾ വിതരണം ചെയ്തതെന്നും അർഹർ ഉൾപ്പെട്ടതിനാലാണ് പട്ടയം റദ്ദാക്കാത്തതെന്നും സർക്കാർ അറിയിച്ചു. പച്ചക്കറി വില കുതിച്ചുയരുമ്പോഴും ഇടുക്കിയുടെ പച്ചക്കറി ഗ്രാമമായ വട്ടവടയിലെ കർഷകർക്ക് ദുരിതം മാത്രം. വട്ടവടയിലെ പച്ചക്കറി ഹോർട്ടികോർപ്പ് സംഭരിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്കായി. കഴിഞ്ഞ ഓണക്കാലത്ത് സംഭരിച്ച പച്ചക്കറിയുടെ വില പോലും ഹോർട്ടികോർപ്പ് പൂർണ്ണമായും നൽകിയിട്ടില്ല. ഒരേക്കർ ഭൂമിയിൽ ക്യാബേജ് കൃഷി ഇറക്കണമെങ്കിൽ വിത്തിനു മാത്രം 10,000 രൂപയോളം ചിലവ് വരും. വളത്തിനും മറ്റ് കൂലിച്ചെലവുകളും വേറെ. 4 മാസം വേണം ഇവ വിളവെടുക്കാൻ. വിപണിയിൽ ക്യാബേജ് വില കുതിച്ചുയർന്നെങ്കിലും വട്ടവടയിലെ കർഷകർക്ക് കിട്ടുന്നത് കിലോയ്ക്ക് 18 രൂപ മാത്രം. പച്ചക്കറി സംഭരണത്തിൽ സർക്കാർ സംവിധാനവും കാര്യക്ഷമം അല്ല. കഴിഞ്ഞ ഓണക്കാലത്തിനു ശേഷം ഇതുവരെ ഹോർട്ടികോർപ്പ് പച്ചക്കറി ഇവിടെ നിന്നും സംഭരിച്ചിട്ടില്ല. ന്യായമായ വില എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഹോർട്ടികോർപ്പ് എന്ന ഒരു സംവിധാനമുണ്ട്. ഇവിടെയും ആ ഹോർട്ടികോർപ്പിന്റെ ജില്ലാ ഉപസംഭരണ കേന്ദ്രം എന്ന് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഈ 2 വർഷമായിട്ട് ഒരു പ്രവർത്തനമില്ല. ആ ഹോർട്ടികോർപ്പിന്റെ ജില്ലാ ഉപസംഭരണ കേന്ദ്രം അടച്ച് പൂട്ടിക്കിടക്കുകയാണ്. ഇവിടുത്തെ പച്ചക്കറി കഴിഞ്ഞ ഓണകാലത്തിലെ ഹോർട്ടികോർപ്പ് സംഭരിച്ച പച്ചക്കറിക്ക് എല്ലാ കർഷകർക്കും കുറച്ച് പൈസയാണ് കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറെ കർഷകർക്ക് പൈസ കിട്ടാനുണ്ട്. ഇപ്പോൾ ഹോർട്ടികോർപ്പ് ഇവിടെ തിരിഞ്ഞേ നോക്കുന്നില്ല. ഹോർട്ടികോർപ്പ് ഒരു പച്ചക്കറിയും മേടിക്കുന്നുമില്ല. ഹോർട്ടികോർപ്പ് ചോദിച്ചാലും പച്ചക്കറി കൊടുക്കാൻ കർഷകർക്ക് ആർക്കും താല്പര്യമില്ല. കാരണം പച്ചക്കറി കൊടുത്താൽ ഉടൻ തന്നെ പൈസ കിട്ടുന്നില്ല. ഒരു വർഷം കഴിഞ്ഞ് കിട്ടിയാലും കുറച്ചേ പൈസ കിട്ടത്തുള്ളൂ. കുറച്ചാണ് കിട്ടുന്നത്. അതുകൊണ്ട് കർഷകർ ഹോർട്ടികോർപ്പ് കൊടുക്കാൻ തയ്യാറില്ല. നല്ല വില ഇവിടെ കിട്ടണമെങ്കിൽ കർഷകർ രക്ഷിക്കാമെങ്കിൽ സർക്കാർ തന്നെ ഇടപെട്ട് ന്യായമായ വില കിട്ടുന്ന രീതിക്ക് ഹോർട്ടികോർപ്പ് ഇവിടെ പച്ചക്കറി കർഷകരുടെ നേരിട്ട് സംഭരിച്ച് ഉടൻ തന്നെ പൈസ കിട്ടുന്ന ഏർപ്പാടാക്കിയാൽ മാത്രമേ കർഷകരെ രക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളുടെ അപേക്ഷയായിട്ട് പറയുന്നത് കർഷകരുടെ നേരിട്ട് പച്ചക്കറി സംഭരിച്ച് ഉടൻ തന്നെ പൈസ കിട്ടുവാനുള്ള ഏർപ്പാട് എങ്ങനെയായാലും സർക്കാർ ഏർപ്പാടാക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. ഇടനിലക്കാർ വഴി കർഷകർ വിറ്റഴിക്കുന്ന പച്ചക്കറികൾ തമിഴ്നാട്ടിലെ മാർക്കറ്റിലെത്തി തിരികെ കേരളത്തിലെത്തുമ്പോൾ വില 3 ഇരട്ടിയാകും. ഹോർട്ടികോർപ്പ് കൃത്യമായി സംഭരിക്കുകയും വില കൃത്യമായി നൽകുകയും ചെയ്താൽ ഗുണമേന്മയുള്ള പച്ചക്കറി മിതമായ വിലയിൽ കേരളത്തിൽ തന്നെ വിതരണം നടത്താൻ കഴിയും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കാഞ്ചിയാർ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ KSEB കട്ടപ്പന സബ്സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് സമരം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന സബ്സ്റ്റേഷനിലേക്ക് 22 മീറ്റർ വീതിയിൽ 110 kV ഡബിൾ സർക്യൂട്ട് ലൈൻ പ്രാവർത്തികമാക്കുന്നതിനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് കാഞ്ചിയാർ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിർദ്ദിഷ്ട ലൈനിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും വീടുകളെയും ആരാധനാലയങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഒഴിവാക്കുക, തേക്ക് പ്ലാന്റേഷൻ വഴിയോ മുരിക്കാട്ടുകുടി മുതൽ കട്ടപ്പന സബ്സ്റ്റേഷൻ വരെയുള്ള 8 കിലോമീറ്റർ ദൂരം കേബിൾ മുഖാന്തരമോ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് KSEB 66 kV സബ്സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. അല്ലെങ്കിൽ മുരിക്കാട്ടുകുടി മുതൽ കട്ടപ്പന സബ്സ്റ്റേഷൻ വരെയുള്ള ഭാഗത്ത് കേബിൾ മുഖാന്തരമായി വലിച്ച് ജനങ്ങളുടെ ആശങ്ക പറ്റിയാൽ അഭ്യർത്ഥിച്ചുകൊണ്ട് കാഞ്ചിയാർ നിവാസികൾ ഒന്നടങ്കം കട്ടപ്പന KSEB സബ്സ്റ്റേഷന്റെ മുന്നിലേക്ക് വമ്പിച്ച ധർണാസമരം നടത്തപ്പെടുക. ഈ ധർണാസമരത്തിൽ അനുകൂലിയായി ഉപയോഗിക്കുകയാണ് ഞങ്ങൾ അറിയിക്കുക. ജനകീയ സമരം സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്, പ്രതിഷേധ മാർച്ച് സിന്ദാബാദ്, പ്രതിഷേധ മാർച്ച് സിന്ദാബാദ്.
ധർണാ സമരം ആരംഭിച്ചു. ധർണാ സമരത്തിൽ അണിചേരുവാൻ വിജയിപ്പിക്കുവാൻ നിങ്ങൾ എല്ലാവരെയും KCB സെക്രട്ടറിയുടെ പുസ്തകത്തോടെ സ്വാഗതം ചെയ്യുവാൻ ശ്രമിക്കുക. ജനതാ സമാനവും പരിശീലനവും ആരാധനാലയങ്ങളും വിദ്യാഭ്യാസങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നിർദ്ദിഷ്ട വിഭൂതിപ്പട്ടக்கூடிய തലങ്ങളെയും സർക്കാർ ഭൂമിയായ കോൺഗ്രസ് അല്ലെങ്കിൽ തുടർന്ന് നടന്ന സമരം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ കൃഷി മേഖലയിലൂടെ 22 മീറ്ററോളം വീതിയിലാണ് ഈ ലൈൻ കടന്നു പോകുന്നത്. ഈ സമരസമിതിയും കർഷക സുഹൃത്തുക്കളും നിർദ്ദേശിച്ചതുപോലെ നമ്മുടെ തേക്ക് പ്ലാന്റേഷനിലൂടെ ആ ലൈൻ കടന്നു പോവുകയാണെങ്കിൽ 22 മീറ്റർ വീതി എന്നുള്ളത് നിലവിൽ നമുക്കറിയാം, ജനവാസ മേഖലയിൽ നിന്നും തേക്ക് പ്ലാന്റേഷൻ ഇടയിലൂടെ 11 മീറ്ററോളം വീതിയിൽ ഇപ്പോഴും സ്ഥലം തുറസായ സ്ഥലം കിടപ്പുണ്ട്. മറ്റു മരങ്ങളോ ഒന്നുമില്ലാതെ തന്നെ 11 മീറ്റർ സ്ഥലം നമ്മുടെ നപ്പക്കിട മുതൽ പേഴിനിടം കല്യാണത്തണ്ട് ഭാഗം ചേരുന്ന തേക്ക് പ്ലാന്റേഷന്റെ അതിർത്തിയിലെല്ലാം 11 മീറ്ററോളം വീതിയിലെ ട്രെഞ്ചും അതുപോലെ തന്നെ തുറസായ സ്ഥലവുമുണ്ട്. ആ കൂടെ ഒരു 11 മീറ്ററും കൂടെ എടുത്താൽ യാതൊരു പ്രശ്നവുമില്ലാതെ ലൈൻ കടന്നു പോകുന്നതിനും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ അവിടെ ടവർ നിർമ്മിച്ച് ഈ ലൈൻ കടന്നു പോകുന്നതിനുള്ള സാഹചര്യം നിലനിൽക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കർഷകരെ ദ്രോഹിക്കുന്ന രീതിയിൽ മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ വലയ്ക്കുന്ന രീതിയിലുള്ള നടപടി ഈ KSB അധികൃതർ എടുത്തത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. യാതൊരു കാരണവശാലും ഇവിടുത്തെ കർഷകരുടെ ഈ ധർണ ഇന്ന് ഇവിടെ അവസാനിക്കുന്നതല്ല. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ സമരപരിപാടികളുമായി അധികൃതരുടെ മുന്നിൽ ഈ കർഷക ജനത ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഫാദർ ജെയിംസ് പൊന്നാമ്പയിൽ അധ്യക്ഷനായിരുന്നു. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക സംഘടനാ പ്രതിനിധികൾ സമരത്തിൽ പങ്കെടുത്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 16, 3, 4, 5, 6, 7 എന്നീ വാർഡുകളിലെ ജനവാസ മേഖലകളിൽ കൂടിയാണ് പദ്ധതി കടന്നുപോകുന്നത്. കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫീൽഡ് സന്ദർശനം നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ അനുവദിച്ച 50 ലക്ഷം രൂപയ്ക്കാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി, കൺസൾട്ടിംഗ് ഏജൻസി ഉദ്യോഗസ്ഥർ, നിർവഹണ ഏജൻസി അധികൃതർ തുടങ്ങിയവരാണ് സ്ഥല സന്ദർശനത്തിനായി എത്തിയത്. ജലവിഭവ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന KRWSA വഴിയാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. പാഴായി പോകുന്ന ജലവും ഉപയോഗിച്ച ജലവും സംഭരിക്കുകയും അവ ശുചീകരിച്ച് വീണ്ടും ഉപയോഗപ്രദമാക്കുവാനുമാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. പദ്ധതിയുടെ പ്രാഥമിക ഘട്ട നടപടിയെന്നോണമാണ് ജലസംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നത്. പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമടക്കം ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ഇതിനു വേണ്ട സഹായ നടപടികൾ നഗരസഭാ കൗൺസിൽ ചേർന്ന് നടപ്പിലാക്കുന്നതിന് അടിയന്തരമായി തീരുമാനമെടുക്കുമെന്ന് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പറഞ്ഞു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ മലിനജല സംസ്കരണ പ്ലാന്റിന്റെ ഫീൽഡ് വിസിറ്റാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ഫീൽഡ് വിസിറ്റിനോടനുബന്ധിച്ച് അതിന്റെ ടെക്നീഷ്യന്മാരും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും സ്ഥലത്തിന്റെ പര്യാപ്തതയൊക്കെയായി ഇനി അതിന്റെ കൗൺസിൽ തീരുമാനം എടുത്തു കൊടുക്കേണ്ടതുണ്ട്. കൗൺസിൽ അടിയന്തരമായി ആ തീരുമാനം എടുത്തു കൊടുക്കാം എന്നുള്ള വിവരം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആവശ്യമായ തീരുമാനം എടുത്തു കൊടുത്ത് മലിനജല പ്ലാന്റിന്റെ സംസ്കരണ പ്ലാന്റ് ഈ വർഷം തന്നെ പൂർത്തീകരിക്കുന്ന രൂപത്തിൽ ആണ് പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. വേനൽക്കാലത്ത് കുടിവെള്ളത്തിനടക്കം ബുദ്ധിമുട്ട് നേരിടുന്ന ആശുപത്രിയിൽ പദ്ധതി നടപ്പിലാകുന്നതോടെ ജലക്ഷാമം പരിഹരിക്കപ്പെടും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ 50 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് ഇപ്പം നമ്മുടെ ഇടുക്കി ആയുർവേദ ഹോസ്പിറ്റലിലും അതോടൊപ്പം കട്ടപ്പന താലൂക്ക് ഹോസ്പിറ്റലും നഗരസഭയുടെ കീഴിലുള്ള താലൂക്ക് ഹോസ്പിറ്റലും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ട പരിപാടികൾ കഴിഞ്ഞിരുന്നു. ഇത് അവസാനഘട്ട പരിശോധനയാണ് നടന്നുകൊണ്ടത്. അത് പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥന്മാർ തൃപ്തരാണ്. ആ കാര്യങ്ങൾ എല്ലാം നമ്മുടെ ബഹുമാനായ മന്ത്രി നേരിട്ട് ഇടപെട്ട് കട്ടപ്പന താലൂക്ക് ഹോസ്പിറ്റലിനും ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുകയും അതിലൂടെ നമ്മുടെ ഹോസ്പിറ്റലിലെ മലിനജലം മുഴുവൻ ശുചീകരിച്ച് നമ്മുടെ ഇവിടെ കൃഷിക്ക് ആവശ്യമായതും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിനുള്ള ശ്രമമാണ് നടന്നു വരുന്നത്. മന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി, കൺസൾട്ടിംഗ് ഏജൻസിയായ CSIR ഉദ്യോഗസ്ഥർ, നിർവഹണ ഏജൻസിയായ KRWSA, ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. സംഘത്തോടൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ KJ ബെന്നി, കൗൺസിലർമാരായ ഷാജി കുത്തോടി, ലീലാമ ബേബി, ആശുപത്രി ഉദ്യോഗസ്ഥർ എന്നിവരും എത്തിയിരുന്നു.
വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഒട്ടേറെ പേരുടെ കയ്യിൽ നിന്നും പണം തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. കട്ടപ്പന വെട്ടിക്കുഴക്കവല പുളിക്കത്തറയിൽ ശ്രീരാജ് ഷിബുവാണ് തിരുവനന്തപുരം സൈബർ പോലീസിന്റെ പിടിയിലായത്. തിരുവനന്തപുരം സൈബർ പോലീസ് SHOയുടെ നേതൃത്വത്തിലാണ് ശ്രീരാഗിനെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തത്. സ്ത്രീകൾ ഉൾപ്പെടെ 10ഓളം പേരുടെ കയ്യിൽ നിന്നും ഇയാൾ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതിയായ അസാപ്പിന്റെ പേരിലും പലരിൽ നിന്നും പണം തട്ടിയെടുത്തിരുന്നു. വീട്ടിലെ മുറിയിൽ നിന്നും പുറത്തിറങ്ങാത്ത ഇയാൾ 3 ഫോണുകളാണ് തട്ടിപ്പ് നടത്തുന്നതിനായി ഉപയോഗിച്ചിരുന്നത്. ഒട്ടേറെ പരാതികളാണ് ഇയാൾക്കെതിരെ പോലീസിന് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം എറണാകുളം സ്വദേശിനിയിൽ നിന്നും 23,300 രൂപ തട്ടിയെടുത്തതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചിരുന്നു. മുൻപ് ഇയാൾ വൈദികൻ ചമഞ്ഞും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. വൈദിക വേഷത്തിൽ നിൽക്കുന്നതും കുർബാന നൽകുന്നതുമായ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചാണ് തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ വ്യാജമായി തയ്യാറാക്കിയാണ് കട്ടപ്പന വെട്ടിക്കുഴക്കവല പുളിക്കത്തറയിൽ ശ്രീരാജ് ഷിബു തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പ് നടത്താൻ 3 മൊബൈൽ ഫോണുകളും 4 സിം കാർഡുകളുമാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത്. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്ത കട്ടപ്പന പുളിക്കത്തറയിൽ ശ്രീരാജ് ഷിബുവാണ് പണം തട്ടാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിന്റെ വ്യാജ പതിപ്പ് നിർമ്മിച്ചത്. സോഷ്യൽ വർക്കർ തസ്തികയിലേക്കുള്ള നിയമനവുമായി ബന്ധപ്പെട്ട സർക്കുലറിന്റെ അതേ പതിപ്പ് ഫോൺ നമ്പരും ഇമെയിൽ വിലാസവും മാറ്റിയ ശേഷം വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും പ്രചരിപ്പിക്കുകയായിരുന്നു. കൂടാതെ തട്ടിപ്പിനായി 3 മൊബൈൽ ഫോണുകളും 4 സിം കാർഡുകളും ഉപയോഗിച്ചു. ഇവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ അപേക്ഷ ഇയാളുടെ ഇമെയിൽ വിലാസത്തിലാണ് ലഭിച്ചത്. തുടർന്ന് ശ്രീരാജ് അപേക്ഷകരെ ഫോണിൽ ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ധരിപ്പിച്ചു. പിന്നീട് ഓഫീസിലെ ഉദ്യോഗസ്ഥനാണെന്നും സൂപ്രണ്ടാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് മറ്റു നമ്പറുകളിൽ നിന്ന് അപേക്ഷകരെ ബന്ധപ്പെട്ടു. ട്രഷറി അവധിയാണെന്ന് വിശ്വസിപ്പിച്ച് സ്വന്തം അക്കൗണ്ടിലേക്ക് പണവും വാങ്ങിയെടുത്തു. പിന്നീട് അപേക്ഷകർ വിളിച്ചപ്പോൾ കിട്ടാതായതോടെയാണ് സൈബർ ക്രൈം പോലീസിന് പരാതി നൽകിയത്. നിലവിൽ 3 പേരാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത്. ഇവരിൽ നിന്ന് ആകെ 75,000 രൂപയോളം തട്ടിയതായാണ് വിവരം. കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ വാളാടി HML പ്ലാന്റേഷൻ വക എസ്റ്റേറ്റ് ലയം ഇടിഞ്ഞു വീണു. എസ്റ്റേറ്റ് ജോലിക്കാരായ ശശി, ഓമന ദമ്പതികൾ താമസിച്ചിരുന്ന ലയത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ഈ സമയം ലയത്തിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ച് ലയത്തിലെ താമസക്കാരായ 6ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് എസ്റ്റേറ്റ് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് വണ്ടിപ്പെരിയാർ വാളാടിയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ഉടമസ്ഥതയിലുള്ള എസ്റ്റേറ്റ് ലയത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. എസ്റ്റേറ്റ് ഫാക്ടറിക്ക് സമീപം താമസക്കാരായ ശശി, ഓമന ദമ്പതികൾ താമസിച്ചിരുന്ന ലയത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. കുടുംബം ആശുപത്രിയിൽ പോയിരുന്ന സമയത്തായിരുന്നു അപകടം. ജോലി ചെയ്തിട്ട് നാളിതുവരെ അതിൻ്റെ സർവീസോ കാര്യങ്ങളോ ഒന്നും തന്നെ തന്നിട്ടില്ല. ഈ ലയം 10-70 വർഷങ്ങൾക്ക് മുമ്പ് പണിതേക്കുന്നതാണ്. വെറും മണ്ണിട്ട് കെട്ടിയതാണ്. പല പ്രാവശ്യം ഞാൻ കമ്പനിയോട് പറഞ്ഞു ലയം ഇടിഞ്ഞു പോവും, ഞങ്ങൾക്ക് വേറൊരു സൗകര്യം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടും ആരും കേട്ടില്ല. ലേബർ ഓഫീസിൽ പരാതി ചെയ്തു, വില്ലേജ് ഓഫീസിൽ പരാതി ചെയ്തു, തഹസിൽദാർക്ക് പരാതി കൊടുത്തിരുന്നു, കലക്ടർക്ക് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എന്നെ സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോയിട്ട് വരുന്ന ആശുപത്രിയിലായിരുന്നു ഞാൻ. ആ സമയമാണ് ഈ ലയം ഇടിഞ്ഞു വീഴുന്നത്. ഇടിഞ്ഞു വീണതിൻ്റെ ഒത്തിരി സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ലയത്തിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. എങ്കിലും വീട്ടിലുണ്ടായിരുന്ന ഗൃഹോപകരണങ്ങൾ നശിച്ചു. ശക്തമായ മഴയിൽ ഒരു ഭാഗം ഇടിഞ്ഞു വീണ ലയത്തിൽ 6ഓളം കുടുംബങ്ങളാണ് താമസക്കാരായിട്ടുള്ളത്. ലയങ്ങളുടെ ശോച്യാവസ്ഥ പരിഗണിച്ച് ഇവിടെ താമസക്കാരായ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് വില്ലേജ് അധികൃതർ പ്ലാന്റേഷൻ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ലയത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. തുടർന്ന് റവന്യൂ വിഭാഗം ഇടപെട്ടതോടെ പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കുകയും ലയത്തിൽ താമസക്കാരായ 6ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് HML മാനേജ്മെന്റിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അടിമാലി കല്ലാറിൽ അങ്കണവാടി കെട്ടിടത്തിന് മുകളിൽ നിന്നും കാൽ തെറ്റി വീണ 4 വയസ്സുകാരിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. തലയ്ക്ക് പരിക്കേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അധ്യാപികയ്ക്കും വീണ പരിക്കേറ്റു.
കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് കല്ലാറിലാണ് അപകടമുണ്ടായ അങ്കണവാടി പ്രവർത്തിക്കുന്നത്. ആകെ 3 നിലകളാണ് അങ്കണവാടി പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിനുള്ളത്. ഏറ്റവും താഴത്തെ നിലയിൽ അങ്കണവാടിയുടെ അടുക്കളയും മറ്റും സജ്ജീകരിച്ചിരിക്കുന്നു. 2ാം നിലയിൽ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നു. 3ാം നിലയിലാണ് കുട്ടികളുടെ പഠനം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കുട്ടികളെ താഴത്തെ നിലയിലെത്തിച്ച് ഭക്ഷണം നൽകിയ ശേഷം തിരികെ മുകൾ നിലയിൽ എത്തിയപ്പോഴായിരുന്നു 4 വയസ്സുകാരി കാൽവഴുതി മുറ്റത്തേക്ക് വീണതെന്ന് സമീപവാസികൾ പറഞ്ഞു. ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ മൊത്തം ഈ സൈഡ് മൊത്തം നനഞ്ഞ് നാശമായി കിടക്കുക. ഞാൻ രാവിലെ തുറന്ന് കയറി നോക്കിയായിരുന്നു. പിന്നെ കൊച്ച് കൃത്യമായിട്ട് വീണത് എന്ന് പറഞ്ഞാൽ ആ വെള്ളം കുത്തി വീഴുന്ന അവിടെ തന്നെ കൊച്ച് വീണ കാരണം കൊച്ചിൻ്റെ ഭാവിക്ക് കുറച്ച് നേട്ടം കിട്ടി. അതെല്ലാവരും കുറിച്ച് തകർന്നു പോയത്. ചെറിയ ഒരു കുഞ്ഞു കല്ല് അവിടെ കപ്പിലായിരുന്നുള്ളൂ. ആ കുഞ്ഞു കല്ല് തലയിടിച്ചായിരിക്കാൻ സാധ്യതയുണ്ട്. അതായിരിക്കും ഒരു അഭിപ്രായം. ആന്റോ അനീഷ ദമ്പതികളുടെ മകൾ മെറീനയ്ക്കാണ് പരിക്ക് സംഭവിച്ചത്. തലയ്ക്ക് പരിക്ക് സംഭവിച്ച മെറീന കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അങ്കണവാടി അധ്യാപികയ്ക്കും വീണ് പരിക്കേറ്റു. കാലിന് പരിക്കേറ്റ അധ്യാപിക അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കളും പ്രദേശവാസികളും രംഗത്തെത്തി. താഴത്തെ നിലയിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെ കുട്ടികളുടെ പഠനം മുകൾ നിലയിൽ നടത്തുന്നതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്നാണ് ആക്ഷേപം. സംഭവത്തിൽ അന്വേഷണം നടത്താൻ വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്കും ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിമാലി ഇരുട്ടുകാലത്ത് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. തൂക്കുപാറയ്ക്ക് സമീപം കാണ്ടിയാംപാറ സ്വദേശി പുതിയടത്ത് നളിനാക്ഷനാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. ഇരുട്ടുകാലത്ത് മറ്റൊരാളുടെ വീടിന്റെ ടെറസ് വൃത്തിയാക്കുന്നതിനിടെ കാൽവഴുതി നളിനാക്ഷൻ താഴേക്ക് വീഴുകയായിരുന്നു. ഇരുനില വീട്ടിൽ വെച്ചായിരുന്നു അപകടം നടന്നത്. ഉടൻ തന്നെ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം തുടർ നടപടികൾക്കായി മാറ്റി. അടിമാലി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സേവാദൾ ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി തോമസ് രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് മരുന്നുകൾ എത്തിക്കുക, പിണറായി സർക്കാർ നീതി പാലിക്കുക, സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും നഴ്സുമാരെയും സ്റ്റാഫിനെയും നിയമിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി തോമസ് രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷൻ പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ സങ്കടം തോന്നി. കാരണം പാരാസെറ്റമോൾ ഒഴികെ മറ്റൊരു മരുന്നും കൊടുക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഉപ്പുതറ CHC മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെയേറെ സങ്കടകരമാണ് എന്ന് സൂചിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിലെ സംസ്ഥാന സർവീസിലുള്ള ഗവൺമെന്റ് ആശുപത്രികളിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ വലിയ ഗുരുതരമായ വീഴ്ച സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുതും ഈ പണമെല്ലാം ആശുപത്രിയിലെ ഡോക്ടർമാരെയൊക്കെ നിയമിക്കുന്നത്. പരിപാടിയിൽ സേവാദൾ ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് സിജോ പാറയ്ക്കൽ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി അരുൺ പൊടിപാറ, PM വർക്കി പൊടിപാറ, PT തോമസ്, VK കുഞ്ഞുമോൻ, ജോർജ് വർഗീസ്, ഷിനോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു. അടിമാലി മേഖലയിലെ വിവിധയിടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM സമരത്തിലേക്ക്. CPM അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 26-ന് നീര്യമംഗലം വനംവകുപ്പ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. വളറ മേഖലയിലടക്കം കാട്ടാന ആക്രമണം രൂക്ഷമായത് പ്രദേശവാസികൾക്ക് തലവേദനയാകുന്ന സാഹചര്യത്തിലാണ് CPMന്റെ സമര പ്രഖ്യാപനം. വാളറയും കമ്പിലൈനും അടക്കം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുകയാണ്. കാഞ്ഞിരവേലി ഭാഗത്തടക്കം കാട്ടാനകളുടെ ഭീഷണി നിലനിൽക്കുന്നു. ദേശീയപാതയിലടക്കം കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി CPM രംഗത്തെത്തിയിട്ടുള്ളത്. അടിമാലി മേഖലയിലെ വിവിധയിടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 26-ന് നേര്യമംഗലം വനംവകുപ്പ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് CPM ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടർ പറഞ്ഞു. അടുത്ത കാലത്താണ് ഇന്ദിര എന്ന് പറയുന്ന ചേച്ചി കാഞ്ഞിരവേലിൽ മരണപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് RRT ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നറിയാൻ കഴിയും. പക്ഷേ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി നടക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ കൃഷിക്കാരുടെ നിരവധി ദേഹണ്ഡങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം ചീയപ്പാറ കമ്പനിയിൽ തന്നെ വലിയ തോതിൽ ദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. അതുപോലെ കൊളമാങ്കുഴിയിലും പാട്ടയടമ്പിലും ദേവിയാർ കോളനിയിലും ദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. പാതിരാത്രിയിൽ നമ്മൾ ആരും അറിയാതെ തന്നെ കൊമ്പൻ ഈ ദേവിയാർ കോളനിക്കകത്തുകൂടി കയറി നടക്കുക. കൊളമാങ്കുഴി അടക്കമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ വളരെ നേരത്തെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു 5 മണി കഴിഞ്ഞാൽ സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കൊമ്പൻ റോഡരികിൽ വന്ന് നിൽക്കുകയാണ്. ചില റോഡിലും നമ്മുടെ 5-ാം മൈൽ അതുപോലെ 3-ാം മൈൽ പോലുള്ള നാഷണൽ ഹൈവേയുടെ ഭാഗത്ത്
രാത്രിയിൽ കഴിഞ്ഞ ദിവസം തന്നെ അക്രമാസക്തമായി ആന റോഡിൽ വരുന്ന സാഹചര്യം ഉണ്ടായി. കാട്ടാനയെ കൊണ്ട് പ്രതിമുട്ടിയ ഈ സാഹചര്യത്തിൽ ഇതിന് അടിയന്തരമായ പരിഹാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ആവശ്യമായ ഫെൻസിങ് നടപടികൾ സ്വീകരിക്കുകയും RRT ടീമിനെ നിയോഗിച്ച് കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാട്ടാനകൾ കാടിറങ്ങുന്നതോടെ വലിയ തോതിലുള്ള ആശങ്കയാണ് ജനവാസ മേഖലകളിൽ ഉടലെടുത്തിട്ടുള്ളത്. വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞു. ഇതിലൂടെ വലിയ നഷ്ടം കർഷകർക്ക് സംഭവിച്ചു. കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തണമെന്നും ആനകൾ കാടിറങ്ങാതിരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ വനംവകുപ്പ് നടത്തണമെന്നുമാണ് CPM സമരത്തിലൂടെ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളത്തിൽ നിന്നും 30% മുതൽ 40% വരെ തുക പിടിച്ചു നടപ്പിലാക്കുവാൻ പോകുന്ന ജീവാനന്ദം പദ്ധതി ജീവനക്കാരുടെ ആനന്ദം ഇല്ലാതാക്കുന്നതാണെന്ന് കേരള NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി രാകേഷ് കമൽ. NGO അസോസിയേഷൻ കട്ടപ്പന ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 49ാം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള കട്ടപ്പന ബ്രാഞ്ച് സമ്മേളനം കട്ടപ്പന ഹെൽത്ത് സർവീസ് സൊസൈറ്റി ഹാളിൽ വെച്ചാണ് നടന്നത്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളത്തിൽ നിന്നും 30% മുതൽ 40% വരെ തുക പിടിച്ചു നടപ്പിലാക്കുവാൻ പോകുന്ന ജീവാനന്ദം പദ്ധതി ജീവനക്കാരുടെ ആനന്ദം ഇല്ലാതാക്കുന്നതാണെന്ന് കേരള NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി രാകേഷ് കമൽ പറഞ്ഞു. ഇൻക്രിമെന്റ് റേറ്റ് അനുസരിച്ചിട്ട് സ്കെയിൽ അനുസരിച്ചിട്ട് 4 വർഷത്തേക്ക് ഒരു ഇൻക്രിമെന്റ് അഡീഷണൽ ഇൻക്രിമെന്റ് എന്ന നിലയിൽ 4 അഡീഷണൽ ഇൻക്രിമെന്റ് പുതിയ സ്കെയിലിൽ. ഞാൻ നിങ്ങൾ മറന്നു പോകരുത്, നമ്മുടെ ശമ്പളം എവിടെ എത്തിയുന്നത്? കുതിച്ച് ചാടുകയല്ലേ നമ്മുടെ അടിസ്ഥാന ശമ്പളം. അതിലൂടെയല്ലേ നമ്മൾ മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നത്. 3050 എന്ന് പറഞ്ഞ LD ക്ലാർക്കിന്റെ 2610 എന്ന് പറയുന്ന ലാസ്റ്റ് ഗ്രേഡിന്റെ ജീവനക്കാരന്റെ ശമ്പളം കുതിച്ച് കയറുകയില്ലായിരുന്നു. നമ്മുടെ കമ്പോളവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 1 പവൻ സ്വർണത്തിന്റെ വിലയാണ് എന്നും എക്കാലത്ത് ഒരു LD ക്ലർക്കിന്റെ ശമ്പളമായിരുന്നത്. 1 പവൻ സ്വർണത്തിന്റെ വില എന്നെല്ലാം സ്വർണത്തിന്റെ വിലയുമായിട്ടാണ് നമ്മൾ LD ക്ലർക്കിന്റെ ശമ്പളം താരതമ്യം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ശമ്പളത്തെ അത്തരത്തിൽ നിലനിർത്തിക്കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി സാറിന്റെ 4 തവണത്തുള്ള ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? വെയിറ്റേജ് നഷ്ടപ്പെട്ടില്ലേ? CCA നഷ്ടപ്പെട്ടില്ലേ? ഈ പരമദുഷ്ടന്മാർ അധികാരത്തിൽ വന്ന ശേഷം നമ്മുടെ ഭവനം എന്ന സ്വപ്നത്തെ പോലും തച്ച് തകർത്തില്ലേ? വീട് വെക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തെ, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ഇല്ലാതാക്കിയില്ലേ? ബാങ്കുകൾക്ക് കൊണ്ടുവന്ന് പണയം വയ്ക്കുവാനും ബാങ്കിന്റെ മുമ്പിൽ ചെന്ന് ഓച്ചാനിച്ചതുകൊണ്ട് സർക്കാർ ജീവനക്കാരൻ ബാങ്ക് മാനേജറുടെ മുന്നിൽ ഭിക്ഷാന്താഹിയായി കടന്നു ചെല്ലേണ്ട അവസ്ഥ നമുക്കുണ്ടാക്കിയില്ലേ ഈ സർക്കാർ? ബ്രാഞ്ച് പ്രസിഡന്റ് ജെയ്സൺ സി ജോൺ അധ്യക്ഷനായിരുന്നു. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി KP വിനോദും യാത്രയപ്പ് സമ്മേളനം ജില്ലാ സെക്രട്ടറി CS ഷമീറും ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഷാജി ദേവസ്യ, CM രാധാകൃഷ്ണൻ, സഞ്ജയ് കബീർ, ടോണി വർഗീസ്, ജില്ലാ ട്രഷറർ സാജു മാത്യു, ഉല്ലാസ് കുമാർ, KC ബിനോയി തുടങ്ങിയവർ സംസാരിച്ചു. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക പിടിച്ചു വാങ്ങി നടപ്പിലാക്കാൻ പോകുന്ന ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, 19% ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസെപ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിച്ച് നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ബ്രാഞ്ചിന്റെ മുൻ ഭാരവാഹികളായിരുന്ന സർവീസിൽ നിന്നും വിരമിച്ച KP ജയമോൻ, N രവി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബ്രാഞ്ചിന്റെ പുതിയ പ്രസിഡന്റായി ജെയ്സൺ സി ജോണിനെയും സെക്രട്ടറിയായി M ഉല്ലാസ് കുമാറിനെയും ട്രഷററായി KC ടൈറ്റസിനെയും വനിതാ ഫോറം കൺവീനറായി ശൈലജ OTയെയും തെരഞ്ഞെടുത്തു. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ നേതൃത്വത്തിൽ പൊയ്ക തീർത്ഥാടന പദയാത്ര ആരംഭിച്ചു. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ 85ാമത് ദേഹവിയോഗ ദിനത്തോടനുബന്ധിച്ച കിഴക്കൻ സോണൽ യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പൊയ്ക തീർത്ഥാടന പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. കല്ലാർ വിശുദ്ധ ആചാര്യ ഭവനത്തിൽ നിന്നും തിരുവല്ല ഇരവിപേരൂർ ശ്രീകുമാര ഗുരുദേവ മണ്ഡപത്തിലേക്കാണ് പദയാത്ര നടക്കുന്നത്. മിഥുനം 1 മുതൽ 15-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഉപവാസ ധ്യാന ദിനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് മിഥുനം 11 മുതൽ 15-ാം തീയതി വരെ നടക്കുന്നതായ പദയാത്ര പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ കിഴക്കൻ കല്ലാർ വിശുദ്ധ ആചാര്യ ഭവനത്തിൽ നിന്നും അനുവാദ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് 15-ാം തീയതി ഗുരുദേവ ശരീരമാറ്റ ദിവസത്തിൽ സമാപനം കുറിച്ചുകൊണ്ട് പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനമായ ഇരവിപേരൂർ നഗർ ശ്രീകുമാർ നഗറിൽ വിശുദ്ധ മണ്ഡപത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് അനുഗ്രഹ പ്രാപ്തരാവുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം.
15 ദിവസം നീണ്ടുനിൽക്കുന്ന ഉപവാസ ധ്യാന യോഗത്തിന് ശേഷമാണ് പദയാത്ര ആരംഭിച്ചത്. PRDS യുവജന സംഘം പ്രസിഡന്റ് മനോജ് കണിയാമൂല പദയാത്ര ഉദ്ഘാടനം ചെയ്തു. ഹൈക്കൌൺസിൽ അംഗം ശശികുമാർ TJ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പദയാത്ര 28-ന് ഇരവിപേരൂർ ശ്രീ കുമാര ഗുരുദേവ മണ്ഡപത്തിൽ എത്തി അനുഗ്രഹം ഏറ്റുവാങ്ങി സമാപിക്കും. കല്ലാർ, ആദിയാർപുരം, കാപ്പിപ്പതാൽ, കഞ്ഞിക്കുഴി തുടങ്ങിയ മേഖലകളിൽ നിന്നും സുധീഷ് കുമാർ, ശരത് KN, അനന്തു, അമൽ NR എന്നിവരുടെ നേതൃത്വത്തിലാണ് പദയാത്ര ആരംഭിച്ചത്. 250ഓളം ആളുകൾ പദയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്രസമിതി അംഗം സുജിത് ചില്ലിത്തോട്, യുവജന സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുനിൽ കുമാരപുരം എന്നിവരാണ് പദയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 40-കാരനെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. നെറ്റിത്തൊഴു അച്ചൻകാനം കോട്ടയ്ക്കകത്ത് KK വിനോദാണ് അറസ്റ്റിലായത്. ഇയാളെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മറ്റാരുമില്ലാതിരുന്ന സമയം വീട്ടിൽ അതിക്രമിച്ചു കടന്ന പ്രതി വീട്ടമ്മയെ ആക്രമിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതായാണ് കേസ്. വീട്ടമ്മയുടെ പരാതി പ്രകാരമാണ് പ്രതിയായ വിനോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്ക് 40 വയസ്സുണ്ട്. പ്രാഥമിക നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വണ്ടൻമേട് CI ഷൈൻകുമാർ S, സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ KN, SCPO JNG, മറ്റുദ്യോഗസ്ഥരായ സൽജോ മോൻ കുര്യൻ, വീണ R നായർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാഞ്ചിയാർ പള്ളിക്കവല റോഡ് സൈഡിലെ കെട്ടിടങ്ങൾ ബുധനാഴ്ച പൊളിച്ചു നീക്കുമെന്ന് കാണിച്ച് ഗ്രാമപഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകി. ഇതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വ്യാപാരികളും വ്യാപാരി വ്യവസായി സമിതിയും. കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് കാഞ്ചിയാർ പള്ളിക്കവലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടത്. റോഡിന്റെ നിർമ്മാണ വേളയിൽ തന്നെ അധികൃതർ ആദ്യം നിർദ്ദേശിച്ചതനുസരിച്ച് വ്യാപാരികൾ കടകളുടെ മുൻഭാഗം പൊളിച്ചു നൽകിയിരുന്നു. എന്നാൽ ഐറിഷ് ഓടിയും ഫുട്പാത്തും അടക്കം നിർമ്മിക്കുന്നതിനായി കടകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നാണ് പഞ്ചായത്തിന്റെ നിലപാട്. അതോടൊപ്പം റോഡിന്റെ വശങ്ങൾ കയ്യേറി നിർമ്മിച്ചിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളാണ് ഇവയെന്ന് കാണിച്ചാണ് നോട്ടീസ് നൽകിയത്. പല പ്രാവശ്യം കട പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ട വ്യാപാരികൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ വ്യാപാരികൾ സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കാത്തതിനാൽ 26/6/2024 ബുധനാഴ്ച പഞ്ചായത്ത് നേരിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് കാണിച്ചാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതോടെ ചെറുകിട കച്ചവടം നടത്തിയിരുന്ന വ്യാപാരികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഞാനിവിടെ കടയും കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഭർത്താവാണ് ആദ്യം ഇരുന്നത്. 40 വർഷമായിട്ട് ഞങ്ങളിവിടെ കടയും കൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് 3 പെൺപിള്ളേരാണ്. എന്റെ പട്ടയം കൊണ്ട് പണയം വെച്ചിട്ടാണ് ഞാൻ പെൺപിള്ളേരെ കെട്ടിച്ചു വിട്ടത്. 2 പേര് തിരിച്ചു വന്ന് വീട്ടിൽ നിൽക്കുകയാണ്. അവർക്ക് 2 കുഞ്ഞു പിള്ളേരുണ്ട്. അവരുടെ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് പട്ടയം കൊണ്ട് പണയം വെച്ചാൽ അതിപ്പോ ജപ്തി നടപടിയിലേക്ക് നിൽക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ കടയും കൊണ്ടിരിക്കുന്ന ഇതാണ് ഞങ്ങൾക്ക് ഒരു വരുമാനം. എനിക്കൊരു ജോലിക്കോ പണിക്കോ ഒന്നും ഇറങ്ങി പോകാൻ പറ്റത്തില്ല. എന്റെ മുട്ടിന് തേയ്മാനമായതുകൊണ്ട് ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. എനിക്ക് കട പഞ്ചായത്തുകാർ പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ് നോട്ടീസ് ഒട്ടിച്ചേക്കുവാണ്. നിത്യവൃത്തിക്കായി ഉപജീവനം നടത്തുന്നവരെ ദ്രോഹിച്ചുകൊണ്ടുള്ള പഞ്ചായത്തിന്റെ നടപടി തുടരാൻ അനുവദിക്കില്ലെന്നും പഞ്ചായത്ത് ഇതിൽ നിന്ന് പിന്മാറണമെന്നും വ്യാപാരി വ്യവസായി സമിതി നേതൃത്വം ആവശ്യപ്പെട്ടു. വ്യാപാര സ്ഥാപനങ്ങൾ പൊളിക്കുന്നതിനെതിരെ ശക്തമായി പ്രതിരോധം സംഘടിപ്പിക്കുമെന്നും സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു. പെരുമഴ പെയ്യുന്ന ഈ സമയത്ത് വികലാംഗരായിട്ടുള്ള ആൾക്കാർ, ഈ ഉപജീവന മാർഗത്തിന് വഴിയില്ലാത്ത ആൾക്കാർ എങ്ങോട്ട് ഇറങ്ങുമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇത്രയും മനസാക്ഷി മരവിച്ച പഞ്ചായത്തിന്റെ തീരുമാനം അത് ഇനിയുള്ള അവസരത്തിലാണെങ്കിലും അത് പുനഃപരിശോധിച്ച് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുകയാണ്. അഥവാ നാളെ ഇത് പൊളിക്കാൻ വന്നാൽ ഇവിടുത്തെ ഈ പാവങ്ങളായിട്ടുള്ള വ്യാപാരികളും വ്യാപാരി വ്യവസായി നേതാക്കന്മാരടക്കമുള്ളവരുടെ ശരീരത്തിൽ കൂടെ JCB കയറ്റി മാത്രമേ ഇവർക്കിത് പൊളിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഈ വ്യാപാരികളെ തെരുവിലോട്ട് ഇറക്കി വിടുന്ന ഒരു ഇതിനും കൂട്ടുനിൽക്കുകയില്ലെന്ന് വ്യാപാരി വ്യവസായി സമിതി അറിയിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചാൽ നിരവധി ചെറുകിട കച്ചവടക്കാരാണ് ദുരിതത്തിലാകുന്നത്. വ്യാപാരികൾക്ക് ബദൽ മാർഗങ്ങൾ ഒന്നും നൽകാതെയാണ് നടപടിയിലേക്ക് പഞ്ചായത്ത് കടന്നിരിക്കുന്നത്. കൂടാതെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെലവുകൾ വ്യാപാരികളിൽ നിന്നും ഈടാക്കുമെന്നും നോട്ടീസിൽ പരാമർശിക്കുന്നു. ഇതോടെ പ്രതിഷേധവും ശക്തമാണ്. അയ്യപ്പൻകോവിൽ മാട്ടുക്കെട്ട് ടൗണിൽ ഓട നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിച്ച ഉപയോഗശൂന്യമായ വൈദ്യുതി പോസ്റ്റ് നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് ഓട നിർമ്മാണം വൈകുന്നതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്നതായാണ് പരാതി. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളും രംഗത്തെത്തി. മലയോര ഹൈവേ നിർമ്മാണം നടന്നുവരുന്ന ടൗണിൽ ഓട നിർമ്മാണം തടസ്സപ്പെടുത്തിയാണ് ഉപയോഗശൂന്യമായ വൈദ്യുതി പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ ഇരുഭാഗത്തു നിന്നും നിർമ്മിച്ചു വരുന്ന ഓട ഉപയോഗശൂന്യമായ വൈദ്യുതി പോസ്റ്റ് ഒഴിവാക്കിയാണ് നിർമ്മിക്കുന്നത്. ഇതോടെ ഓടയിലൂടെ എത്തുന്ന വെള്ളം വ്യാപാര സ്ഥാപനങ്ങളിലേക്കാണ് കയറുന്നത്. KSEB അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ പോസ്റ്റ് ഉടൻ മാറ്റുമെന്ന മറുപടിയാണ് ലഭിച്ചത്. ഇവിടെ ഈ റോഡ് പണിക്കാരുടെ പോസ്റ്റ് നിൽക്കുന്നുണ്ട്.
ഞങ്ങളെപ്പോലുള്ള കച്ചവടക്കാർക്ക് ഒരു രക്ഷയില്ല. കാരണം ഇപ്പോൾ മണ്ണിൽ കുത്തി വെച്ച് വരുന്ന വെള്ളം മൊത്തം നമ്മുടെ ഈ കടക്കകത്തോട്ട് ഇറങ്ങുന്നത്. നമ്മൾ കേസ് വിളിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇന്ന് മാറ്റും നാളെ മാറ്റും എന്നും പറഞ്ഞാൽ അവർ നിൽക്കുന്നതല്ലാതെ ഒരു രക്ഷയില്ല. പിന്നെ ഈ റോഡ് പണിക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് അവരുടെ ഇതിൻ്റെ അത് പെട്ട കേസല്ല, ഇത് KCB-ക്കാർ വേണം മാറ്റാനെന്ന് പറഞ്ഞാൽ അവർ നിൽക്കുന്നത്. ഇപ്പോൾ KCB വിളിക്കുമ്പോൾ അവർക്കറിയത്തില്ല, റോഡ് പണിക്കാരോട് ചോദിക്കുമ്പോൾ അവർക്കറിയത്തില്ല. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ഒരു ലക്ഷക്കണക്ക് ഒരുപാട് സാധനം എടുത്ത് കടക്കാതിരിക്കുന്നത്. ഇപ്പോൾ അതിനകത്തിട്ട് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ മൊത്തം ഇലക്ട്രോണിക് സാധനങ്ങളാണ്. അതിനകത്തിട്ട് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ചെയ്യുന്നത്, ഞങ്ങൾ ആരോടെ ഇന്ന് പരാതി പറയുന്നത്? കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒഴുകിയെത്തുന്ന മഴവെള്ളം വ്യാപകമായി കടകളിലേക്ക് കയറുന്നത് വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കുന്നു. പോസ്റ്റ് ഉടൻ ഇവിടെ നിന്നും മാറ്റി പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ചൈനയിൽ വെച്ച് നടക്കുന്ന സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഹരീഷ് വിജയന് സഹായഹസ്തവുമായി കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക്. മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ഹരീഷിന്റെ ചിലവുകൾ ബാങ്ക് ഏറ്റെടുത്തു. ചൈനയിലെ മക്കാവോയിൽ വെച്ച് ജൂൺ 28 മുതൽ ജൂലൈ 1 വരെ നടക്കുന്ന ഏഷ്യൻ സാംബോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മത്സരത്തിൽ പങ്കെടുക്കുന്ന കട്ടപ്പന വള്ളക്കടവ് സ്വദേശി ഹരീഷ് വിജയനെ സ്പോൺസർ ചെയ്യുന്നതിനാണ് കട്ടപ്പന സഹകരണ ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യത്തിനു വേണ്ടി മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടും പണമില്ലാത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ഹരീഷിനെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ചൈനയിലേക്കുള്ള യാത്രാ ചിലവുകൾ ഉൾപ്പെടെ ബാങ്ക് ഏറ്റെടുത്തത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചൈനയിലുള്ള ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് സാമ്പത്തികപരമായ ചില പരാധീനതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അതിൽ പോകാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ ആശങ്ക അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും ഇടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ബാങ്കിനെ സമീപിച്ച് ഇതുപോലെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് എന്നുള്ള കാര്യം നമ്മളെ അറിയിച്ചു. അപ്പോൾ സാമ്പത്തിക പരാധീനത മൂലം ഒരു കുട്ടിക്ക് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ലഭിച്ചപ്പോൾ അത് പങ്കെടുക്കാൻ കഴിയാതെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു വലിയ നഷ്ടമായി അത് മാറും. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു ദുഃഖമായി അത് നിലനിൽക്കും. അപ്പോൾ ഈ രണ്ട് സാഹചര്യവും ഒഴിവാക്കണം. കാരണം നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചൈനയിൽ ഒരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായിട്ട് അർഹത നേടിയ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക പരാധീനത മൂലം അതിൽ പങ്കെടുക്കാൻ കഴിയാതെ വരിക എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു വിഷമവും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടെ ഇടയിൽ നിന്നും അങ്ങനെ ഒരാൾക്കൊരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളത് അത് പരിഹരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വവും ദൗത്യവുമാണ് എന്നുള്ളൊരു നിലയിൽ ബാങ്ക് അതിനെ കാണുകയാണ് ഉണ്ടായത്. ബംഗ്ലാദേശിൽ വെച്ച് നടന്ന സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും ഹരീഷ് വിജയൻ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചെങ്കിലും കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് സഹകരണ ബാങ്ക് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ചിലവുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ബാങ്കിലെ അംഗങ്ങളായ ഹരീഷിന്റെ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് ബാങ്ക് സഹായവുമായി എത്തിയത്. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ചെക്ക് ഹരീഷ് വിജയന് കൈമാറി. യോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോയി കുടക്കച്ചുറ, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, ജോയി ആനത്തോട്ടം, മനോജ് മുരളി, TJ ജേക്കബ്, ബാബു ഫ്രാൻസിസ്, സെക്രട്ടറി റോബിൻസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട മൃഗാശുപത്രിക്ക് സമീപം മലിനജലം കെട്ടിക്കിടക്കുന്നതായി പരാതി. കൂടാതെ ആശുപത്രിക്ക് സമീപത്തെ പൊതു ശൗചാലയത്തിൽ കയറണമെങ്കിൽ മൂക്ക് പൊത്തേണ്ട സ്ഥിതിയാണ്. ഇതോടെ സാംക്രമിക രോഗ ഭീഷണിയിലാണ് മൃഗാശുപത്രിയും പരിസരവും. മാട്ടുക്കട്ട മാർക്കറ്റിനോട് ചേർന്ന ഭാഗത്താണ് മൃഗാശുപത്രി പ്രവർത്തിക്കുന്നത്. മാർക്കറ്റിലേക്കും മൃഗാശുപത്രിയിലേക്കും എത്തുന്ന പൊതുജനങ്ങൾ ഇതുവഴി കടന്നു പോകണമെങ്കിൽ മൂക്കുപൊത്തി നടക്കണം. കൂടാതെ ആശുപത്രിയുടെ പരിസരം മുഴുവൻ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് സാംക്രമിക രോഗങ്ങൾ പടരുവാൻ കാരണമാകുമോ എന്ന ആശങ്കയിലാണ് ആശുപത്രി ജീവനക്കാരും പൊതുജനങ്ങളും. വീടുകളിലെല്ലാം വന്ന് ഇവർ പറയാറുണ്ട്, നന്നായിട്ട് നിങ്ങളുടെ വീടുകൾ പരിശോധിക്കണം, ശുചീകരിക്കണം, കൊതുക് വളർന്നായിരിക്കാനുള്ള സാഹചര്യങ്ങൾ നോക്കണമെന്നൊക്കെ ഇവർ പറയുമ്പോഴും അവരുടേതായ സ്ഥാപനങ്ങൾ, സർക്കാരിൻ്റെ സ്ഥാപനങ്ങളുടെ അവസ്ഥ ഇതാണ്. വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണുള്ളത്. ഇതിൽ മനുഷ്യന് വരാൻ കഴിയില്ല. പിന്നെ മൃഗങ്ങളെ ഒട്ടും ഇതിൽ കടത്തിക്കൊണ്ട് പോകാൻ മേലാത്ത സാഹചര്യമാണ്. ഈ ടോയ്ലറ്റിൽ നിന്നും ഒഴുകുന്ന മലിനജലങ്ങൾ മുഴുവനും ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ആ പഞ്ചായത്ത് പോലെ ടോയ്ലറ്റാണ്. അവിടുത്തെ മലിനജലമെല്ലാം അടിഞ്ഞുകൂടുന്നത് ഈ ആശുപത്രിയുടെ സമീപത്താണ്. അതുപോലെ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനായിട്ട് ഗവൺമെൻറ്, പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ശ്രമിക്കണം. കൂടാതെ മൃഗാശുപത്രിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന പൊതു ശൗചാലയത്തിൽ കയറണമെങ്കിൽ മൂക്കുപൊത്തേണ്ട അവസ്ഥയാണ്. വൃത്തിഹീനമായ രീതിയിലാണ് ടോയ്ലറ്റും സമീപ പ്രദേശവും കിടക്കുന്നത്. കൂടാതെ തുമ്പൂർമൂഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം ഹരിതകർമ്മസേന ശേഖരിച്ചു വച്ചിരിക്കുന്ന മാലിന്യങ്ങളിൽ മഴവെള്ളം കെട്ടിനിൽക്കുന്നത് ദുർഗന്ധം വമിക്കുന്നതിനും കാരണമാകുന്നതായി പരാതിയുണ്ട്. എത്രയും വേഗം പഞ്ചായത്ത് ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം
കണ്ടെത്തണമെന്നാണ് മൃഗാശുപത്രി ജീവനക്കാരും പൊതുജനങ്ങളും ആവശ്യപ്പെടുന്നത്. VFPCKയുടെ കീഴിൽ മേലേച്ചിനാർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന സ്വാശ്രയ കർഷക സമിതിയുടെ 14ാമത് വാർഷിക പൊതുയോഗം നടന്നു. ബേദിൽ ആപ്കോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖ ത്യാഗരാജൻ ഉദ്ഘാടനം ചെയ്തു. വിത്ത് മുതൽ വിപണി വരെ എന്ന ആശയത്തിൽ കേരളത്തിലെ പഴം പച്ചക്കറി കൃഷിക്കാർക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് VFPCK. കർഷകർ സ്വന്തം കൃഷിയിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ഇടനിലക്കാരില്ലാതെ കർഷകരുടെ തന്നെ വിപണിയിൽ വിറ്റഴിക്കുന്ന രീതിയാണിത്. ഇടനിലക്കാർ ഇല്ലാത്തതിനാൽ ഉൽപ്പന്നത്തിന്റെ വില മുഴുവനായും കർഷകന് തന്നെ ലഭിക്കുന്നു. VFPCKയുടെ കീഴിൽ 14 വർഷമായി മേലേച്ചിനാർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന സ്വാശ്രയ കർഷക സമിതിയുടെ വാർഷികമാണ് നടന്നത്. ബേദിൽ ആപ്കോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖ ത്യാഗരാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ ഒരു നിസ്സാരം ചീര വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതാണെങ്കിൽ പോലും നമ്മളത് മാർക്കറ്റിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ അതിന് ഏതാണ്ട് 1 കിലോയ്ക്ക് 20 രൂപ തരും. പക്ഷെ നമ്മൾ അത് ഇങ്ങോട്ട് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അതിന് 40 രൂപ കൊടുക്കണം. അതുപോലെ ഏത്തക്കൊല എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു കൃഷി അതിൻ്റെ ഫലം എടുക്കുന്നത്. അത് കർഷകന് കിട്ടുന്നില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെയാണ് പലരും നമ്മുടെ കുട്ടികളൊക്കെ ആണെങ്കിലും കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങി പോകാതെ അവർ അന്യ രാജ്യങ്ങളെ ജോലി തേടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് കർഷകർക്ക് മതിയായ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ കൃഷിക്ക് വിലകളോ ലഭിക്കുകയാണെങ്കിൽ പലരും ഈ കാർഷിക വൃത്തിയിലേക്ക് വരുമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. യോഗത്തിൽ വെച്ച് കർഷകർക്ക് ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി തൈകൾ, കാർഷികോപകരണങ്ങൾ തുടങ്ങിയവ വിതരണം ചെയ്തു. സമിതി പ്രസിഡന്റ് ടോമി തെങ്ങുംപള്ളി അധ്യക്ഷനായിരുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എബി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് മികച്ച കർഷകരെ ആദരിച്ചു. സമിതി സെക്രട്ടറി മറിയക്കുട്ടി സ്കറിയ, VFPCK ഇടുക്കി ജില്ലാ മാനേജർ സുൽഫിക്കർ എ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ നിരപ്പേക്കട ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ നേതൃത്വത്തിൽ മേഖലാ കർഷക സമ്മേളനം നടന്നു. ശാന്തൻപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രം ശാസ്ത്രജ്ഞൻ സുധാകർ സൗന്ദർരാജ് കർഷകർക്കായി ക്ലാസുകൾ നയിച്ചു. കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങിയ ഏലം കൃഷിയെ ഏതൊക്കെ രീതിയിൽ പുനരുദ്ധരിക്കാൻ കഴിയുമെന്നതിനെപ്പറ്റിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനു വേണ്ടിയും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഏതു രീതിയിൽ തരണം ചെയ്യാൻ കർഷകരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കൃഷിക്കാർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകാനായിട്ട് ശാന്തൻപാറ KVKയിൽ നിന്നുള്ള സുധാകർ സുന്ദരരാജ് സയൻറ്റിസ്റ്റാണ് നമുക്കിവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹമാണ് കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള കൃഷി രീതികളും ചില കീടനാശിനി മരുന്ന് പ്രയോഗം കൊണ്ടുള്ള ദൂഷ്യവശങ്ങളെ പറ്റിയൊക്കെ ഇവിടെ ഒരു ക്ലാസ്സുകളാണ്, ഒരു ദിവസത്തെ ക്ലാസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം കരിഞ്ഞുണങ്ങിയ ഏലം കൃഷി വീണ്ടും പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും കൃഷി രീതികളെപ്പറ്റി കൃഷിക്കാരെ ഒന്നുകൂടെ ഒന്ന് ബോധവൽക്കരിച്ച് കൃഷിയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഇത്തരത്തിലുള്ള പ്രവർത്തനം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കട്ടപ്പന ബ്ലോക്കിന്റെ കീഴിലുള്ള കർഷകരെ പങ്കെടുപ്പിച്ചാണ് സെമിനാർ നടന്നത്. കമ്പനി ഡയറക്ടർമാരായ ബെർലി ജോസഫ്, ജോസ്ലിൻ ബിജു, മേഴ്സി ജോർജ്, KS ജോസഫ്, ജിബിൻ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മാങ്കുളത്തേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് വനംവകുപ്പിന് കീഴിൽ വിരിപ്പാറയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ടൈഗർ കേവ്. പ്രകൃതി നിർമ്മിത കാഴ്ചകളാണ് ടൈഗർ കേവ് സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. മഴക്കാലം ആരംഭിച്ചിട്ടും ടൈഗർ കേവിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്കിന് കുറവില്ല. മധ്യവേനൽ അവധിക്കാലത്ത് ഒരു മാസം 5 ലക്ഷത്തിനടുത്തായിരുന്നു ടൈഗർ കേവിലെ വരുമാനം. മാങ്കുളത്തെ പുലിമടയിലേക്ക് ഇപ്പോഴും സഞ്ചാരികളുടെ ഒഴുക്കാണ്. മഴക്കാലം എത്തിയിട്ടും വനം വകുപ്പിന് കീഴിൽ വിരിവാറയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ടൈഗർ കേവിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവില്ല. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവരാണ് അധികവും. പൂർണ്ണമായി ഇക്കോ ഫ്രണ്ട്ലിയാണ് ടൈഗർ കേവ്. പ്രവേശന കവാടവും ടിക്കറ്റ് കൗണ്ടറും നടപ്പാതയുമൊക്കെ പ്രകൃതിയോടിണങ്ങി നിൽക്കുന്നത് തന്നെ. മുളങ്കാട് തണൽ തീർക്കുന്ന പ്രവേശന കവാടം പിന്നിട്ടാൽ പുഴയ്ക്കു കുറുകെ തീർത്തിട്ടുള്ള തൂക്കുപാലത്തിൽ കയറിയാണ് ടൈഗർ കേവിലേക്കുള്ള യാത്ര.
ഈറ്റകൾക്കിടയിലൂടെയാണ് നടപ്പാത. എവിടെയും തെല്ലും കൃത്രിമത്വമില്ല. എല്ലാം പ്രകൃതി ഒരുക്കിയതുപോലെ തന്നെ. കാനന കാഴ്ചകൾ കണ്ടങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ ടൈഗർ കേവിന്റെ പ്രവേശന കവാടമാകും. പാറക്കെട്ടുകൾക്കിടയിലെ ഗുഹാമുഖവും കടന്ന് മുമ്പോട്ടു പോകാം. പാറക്കെട്ടിറങ്ങിയെത്തുന്നത് വിസ്താരമേറെയുള്ള ടൈഗർ കേവിലേക്കാണ്. പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള പാറക്കെട്ടുകൾ കാണുമ്പോൾ തെല്ലൊരത്ഭുതത്തിനും വഴിയൊരുക്കും. தமிழ்நாட்டில் மதுலேருந்து வர்றோம். எனக்கு ஒரு வித்தியாசமான அனுபவமாக இருந்துச்சு. இப்போ ரீசெண்டாக மஞ்சுமேல் பாய்ஸ் படம் வந்துருந்துச்சு. கிட்டத்தட்ட குணா பாறை ரேஞ்ச் மாதிரி எங்களுக்கு இந்த இடம் ரொம்ப ஒரு டிஃப்ரெண்டான அனுபவத்தை கொடுத்துருக்கு. ரொம்ப நைஸ் பிளேஸாக இருக்குது. ரொம்ப என்ஜாய் பண்ணியிருக்காங்க எல்லாருமே. நாங்கள் പ്രകൃതിയുടെ തനിമ അതേപടി നിലനിർത്തിയാണ് ടൈഗർ കേവിലെ വിനോദസഞ്ചാരം. 50 രൂപയാണ് വനം വകുപ്പ് ഇവിടെ പ്രവേശന ഫീസ് ഈടാക്കുന്നത്. മാങ്കുളത്തേക്ക് ട്രെക്കിങ്ങിനും മറ്റുമായെത്തുന്ന സഞ്ചാരികൾ ടൈഗർ കേവിലുമെത്തി മടങ്ങുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കേജീസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കേജീസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കൊക്കോ സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 113, വിൽപ്പനയ്ക്ക് വന്നത് 27,011, വിൽപ്പന നടന്നത് 26,207. കൂടിയ വില 3,136, ശരാശരി വില 2,314. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 680 രൂപ. ഏലം കൂടിയ വില 2,300, ഏലം ശരാശരി വില 1,900. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പൂ 975, കൊക്കും 130, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,625 രൂപ, വെള്ളി 95. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കേജീസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മൂന്നാർ ലക്ഷം കോളനിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചു. മരിച്ചത് കോളനി സ്വദേശി കുമാറിന്റെ ഭാര്യ മാല കുമാർ. സമീപവാസികളായ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ തൊടുപുഴ നഗരസഭ AE വിജിലൻസ് പിടികൂടി. കൈക്കൂലിയുമായി വിജിലൻസിന്റെ പിടിയിലായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജയ്. AE കൈക്കൂലി വാങ്ങിയത് തൊടുപുഴ കുമ്മംകൊല്ലിലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട. മൂന്നാറിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം വേണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാമെന്നും സർക്കാർ. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും കോടതിയെ അറിയിച്ചു. പച്ചക്കറി വില കുതിച്ചുയരുമ്പോഴും ഇടുക്കിയുടെ പച്ചക്കറി ഗ്രാമമായ വട്ടവടയിലെ കർഷകർക്ക് ദുരിതം മാത്രം. വട്ടവടയിലെ പച്ചക്കറി ഹോർട്ടികോർപ്പ് സംഭരിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്കായി. കഴിഞ്ഞ ഓണക്കാലത്ത് സംഭരിച്ച പച്ചക്കറിയുടെ വില പോലും പൂർണ്ണമായി നൽകാതെ ഹോർട്ടികോർപ്പ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.